എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ സാഹചര്യവുമായി ബന്ധപ്പെട്ട ഒരു മോണോ ആക്റ്റാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുന്നു. ദാമുവിൻ്റെ കടയിൽ കൊറോണ ആയതിനാൽ തീരെ കച്ചവടമില്ലായിരുന്നു. അതുകൊണ്ട് മാസ്കും ഹാൻഡ് വാഷും ഒക്കെ വിൽക്കാൻ തുടങ്ങിയാൽ അയാളുടെ കടയിൽ കച്ചവടം മെച്ചപ്പെടുമെന്ന് തോന്നി. എങ്കിലും അത് നേരായ മാർഗത്തിലൂടെ ചെയ്യാൻ അയാളുടെ മനസ്സ് അനുവദിച്ചിരുന്നില്ല. രാജു, എന്താ ചേട്ടാ? എടാ, നമ്മുടെ കടയിൽ തീരെ കച്ചവടം പോരാ. നമുക്ക് ഹാൻഡ് വാഷും മാസ്കും ഒക്കെ വിൽക്കണം. അതിനെന്താ, ഞാൻ ഇപ്പം തന്നെ സാധനം വാങ്ങിച്ചിട്ട് വരാലോ? അത് വേണ്ടടാ, അതിനൊക്കെ കുറേ പൈസ ആവും. നമുക്ക് നിർമ്മിച്ചാലോ? നിർമ്മിക്കാനോ? ആ, എൻ്റെ വീട്ടിൽ പോയിട്ട് കുറച്ച് പഴകിയ തുണികളും പിന്നെ കുറച്ച് പഴകിയ മരുന്നും നിങ്ങൾ കുളിച്ച് കഴിഞ്ഞിട്ടുള്ള സോപ്പൊക്കെ എടുത്തിട്ടോ. എന്നിട്ടോ? എടാ, ഈ തുണി വെച്ചിട്ട് നമുക്ക് മാസ്ക് തുന്നാം. പിന്നെ ഈ സോപ്പ് അത് വെച്ചിട്ട് ഹാൻഡ് വാഷ് ആക്കാലോ. പിന്നെ മരുന്ന് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിക്കലർത്തി കൊറോണയുടെ മരുന്നാന്ന് പറഞ്ഞിട്ട് വിൽക്കാം. ചേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? അതൊക്കെ വലിയ തെറ്റാ. മാത്രമല്ല, ഇതുവരെ ഒരു ഡോക്ടർ പോലും കൊറോണയ്ക്ക് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. പിന്നെ എടാ, ആരും കണ്ടുപിടിക്കാത്തോണ്ടല്ലേ നമ്മുടെ കടയിൽ വെക്കുന്നേ. അതാകുമ്പോ ഗ്രാമത്തിൽ നിന്ന് അവിടെ നിന്നൊക്കെ ആള് വന്നിട്ട് വാങ്ങും. എന്നാലും ചേട്ടാ, ഇത് വലിയ തെറ്റാ. ഒന്നും ചെയ്യണ്ട. നീ പോയിട്ട് സാധനങ്ങൾ എടുത്തിട്ട് വാ. ചേട്ടാ, ഞാൻ നിന്റെ കൂട്ട് നിൽക്കില്ല. നീ എൻ്റെ വേലക്കാരനാ. അപ്പം ഞാൻ പറയുന്നത് നീ കേൾക്കണം. നീ വേഗം പോയി സാധനങ്ങൾ എടുത്തിട്ട് വാ. പിറ്റേ ദിവസം ദാമുവിൻ്റെ കടയിൽ മാസ്കിൻ്റെയും ഹാൻഡ് വാഷിൻ്റെയും പ്രവാഹമായി. ആഹാ, ചേട്ടൻ്റെ കടയിൽ മാസ്കും ഹാൻഡ് വാഷ് ഒക്കെ വന്നല്ലോ. ആടാ, ഇന്നലെ പോയിട്ട് കുറേ സാധനങ്ങൾ എടുത്തിട്ട് വന്നു. മാസ്കും ഹാൻഡ് വാഷും മാത്രമല്ല, നമ്മുടെ കടയിൽ കൊറോണയുടെ മരുന്നും ഉണ്ട്. കൊറോണയുടെ മരുന്നോ? അത് ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. എടാ, നമ്മുടെ കടയിൽ അതൊക്കെ ഉണ്ട്. നിനക്ക് മരുന്ന് വേണോ? ആ, എനിക്ക് തന്നോ. ആ ചേട്ടാ, എനിക്ക് 2 ഹാൻഡ് വാഷും മാസ്കും. ആടാ, ഇപ്പം തരാം. അങ്ങനെ ദാമുവിൻ്റെ കടയിൽ തിരക്ക് കൂടി വന്നു. ഹാൻഡ് വാഷ്, മാസ്ക്. അങ്ങനെ കച്ചവടം പൊടി പൊടിച്ചുകൊണ്ടിരിക്കെ ഒരു ദിവസം വീട്ടിൽ നിന്നും ഭാര്യയുടെ കോൾ വന്നു. ഹലോ ചേട്ടൻ വേഗം തന്നെ ആശുപത്രിയിലേക്ക് വാ. നമ്മുടെ മോന് തീരെ സുഖമില്ല. മോന് സുഖമില്ലെന്നോ? അവനെന്താ പറ്റിയേ? അവന് രാവിലെ നോക്കുമ്പോ ചുട്ടു പൊള്ളുന്ന പനിയായിരുന്നു. ഇപ്പൊ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ചേട്ടൻ വേഗം വാ. ആ, ഞാൻ ഇപ്പൊ തന്നെ വരാം. എന്താ രാജു, നീ കട നോക്കണം. എൻ്റെ മോന് തീരെ സുഖമില്ല പോലെ. ആശുപത്രിയില്ല. ആ ചേട്ടൻ വേഗം പോയിക്കോ. ആശുപത്രിയിൽ എമ്മണി അവനവിടെ. ചേട്ടാ, കൊണ്ടുവന്ന വാർഡ് ഐസിയുലേക്ക് കൊണ്ടുപോയി. ആ ഡോക്ടർ, നിങ്ങളുടെ മകന് കുറച്ച് ക്രിട്ടിക്കലാണ്. അവൻ്റെ കോവിഡ് റിസൾട്ട് വന്നിട്ടുണ്ട്. അവന് കോവിഡ് പോസിറ്റീവാണ്. അവൻ കുഞ്ഞായതുകൊണ്ട് അവന് പ്രതിരോധ ശക്തിയൊക്കെ കുറവാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഞങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയുള്ളൂ. നിങ്ങൾ ക്വാറന്റൈനിൽ നിൽക്കണം. പിന്നെ അവൻ വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവരോട് ക്വാറന്റൈനിൽ നിൽക്കാൻ പറയണം. നീ അവന് ഹാൻഡ് വാഷും മാസ്കും ഒന്നും കൊടുക്കാറില്ലേ? ഉണ്ട് ചേട്ടാ, ചേട്ടൻ്റെ കടയിൽ നിന്നെടുത്ത ഹാൻഡ് വാഷ് അവൻ എപ്പോഴും കൊടുക്കാറ്. അവൻ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയാൽ പോലും ചേട്ടൻ്റെ കടയിൽ നിന്നെടുത്ത മാസ്കും കൊടുക്കാറുണ്ട്. പിന്നെ കൊറോണ വരാതിരിക്കാൻ മരുന്നും കൊടുക്കാറുണ്ട് നമ്മുടെ കടയത്തെ. നമ്മുടെ കടയിലുള്ളതോ? ദൈവമേ, എൻ്റെ കുഞ്ഞ്. ഡോക്ടർ, നിങ്ങളുടെ കുഞ്ഞിനെ എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഐ എം റിയലി സോറി. ദൈവമേ, അയ്യോ ദൈവമേ. ഹലോ രാജു. ചേട്ടാ, കുഞ്ഞിനെന്തായി? രാജു, എൻ്റെ മോൻ പോയടാ. ചേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? നീ പറഞ്ഞത് ഞാൻ കേൾക്കണമായിരുന്നു. അങ്ങനെ ദൈവം അത് എൻ്റെ കുഞ്ഞിൽ തന്നെ കാട്ടി തന്നല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, നമ്മുടെ കടയിലുള്ള ഹാൻഡ് വാഷും മാസ്കും ഒക്കെ എടുത്ത് കളഞ്ഞേക്ക്. നീ അത് ആർക്കും കൊടുക്കരുത്. ആ, കളഞ്ഞോളാം. അയ്യോ സുഹൃത്തുക്കളെ, കണ്ടില്ലേ? ഈ കൊറോണ മഹാമാരിയെ നമുക്ക് ഒറ്റക്കെട്ടായി നേരിടാം. അന്തിമ വിജയം നമുക്ക് തന്നെയായിരിക്കും.